ഹായ് ഫ്രണ്ട്സ്, തമ്പനയിൽ പറഞ്ഞതുപോലെ 7 മാസം മുതൽ എൻ്റെ കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഞാൻ എന്തൊക്കെ ഫുഡാണ് കൊടുത്തതെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. ജനിച്ചപ്പോൾ എൻ്റെ മോന് തൂക്കം ഉണ്ടായിരുന്നെങ്കിൽ അതിനുശേഷം മോന് തൂക്കം കുറഞ്ഞു വരുമായിരുന്നു. 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡ് മാത്രമാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ കുഞ്ഞിന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കൂടുതലും കൊടുത്തത്. രാവിലെ എന്തായാലും വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ദോശയൊക്കെ മോന് കൊടുക്കുമായിരുന്നു. പിന്നെ പലതരം വെറൈറ്റി കുറുക്കുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അമൃതം പൊടി, ഹെൽത്ത് മിക്സ്, ഓട്സ്, റാഗി, റവ, അങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഓരോരോ കുറുക്കുകളായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അമൃതം പൊടി, ഹെൽത്ത് മിക്സ് എന്നിവ ഒരുപാട് ധാന്യങ്ങളുടെ ഒരു മിശ്രിതമാണ്. ഇത് തന്നെ മോന് പെട്ടെന്ന് വെയിറ്റ് വയ്ക്കാൻ സഹായിച്ചു. പിന്നെ മാറി ഓരോ ദിവസങ്ങളിലായി ഏത്തപ്പഴം, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, മത്തങ്ങ എന്നിവ പുഴുങ്ങിയും കൊടുക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ മീൻ കഷ്ണം, അവിയൽ, സാമ്പാർ, അതിലുള്ള വെജിറ്റബിൾസിൻ്റെ കഷ്ണമെല്ലാം കൈ കൊണ്ട് ഉടച്ച് കൊടുക്കുമായിരുന്നു. ഓരോ ദിവസവും മാറി വെറൈറ്റി ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. സെയിം ഫുഡ് എല്ലാ ദിവസവും ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്കും അത് ബോറടിക്കും. അപ്പോൾ നമ്മൾ മാറി ഫുഡ് കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് കഴിക്കാനായിട്ട് ഇഷ്ടമാകും. ഇപ്പോൾ മോന് 5 വയസ്സ്. ആദ്യം മുതലേ പച്ചക്കറികൾ കഴിപ്പിച്ചിരിപ്പിച്ച കാരണം മോനിപ്പോൾ പച്ചക്കറി കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണ്, മടിയൊന്നുമില്ല. പശുവിൻ പാൽ മോന് ഡയറക്റ്റ് കാച്ചി കൊടുക്കില്ലായിരുന്നു, കുറുക്കിലൊഴിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ കിഴങ്ങെല്ലാം ഉരുളൻകിഴങ്ങ്, മധുരക്കിഴങ്ങ്, മരിച്ചീനി അങ്ങനെയുള്ളതെല്ലാം അവിച്ച് ഉടച്ച് കൊടുക്കുമായിരുന്നു. എല്ലാം കുറച്ച് എല്ലാം കൊടുക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞിന് വെയിറ്റ് വയ്ക്കാനായിട്ട് ഈ ഫുഡൊക്കെയാണ് ഞാൻ കൊടുത്തത്. ഇതിലെനിക്ക് 100% റിസൾട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മുൻപ് പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഭക്ഷണത്തിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ അതവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. ഇതുപോലെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള വെറൈറ്റി കുറുക്കുകളുടെ വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.